ഒന്നിനു പിറകെ ഒന്നായി ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ. ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിപണിയിൽ വിലക്കയറ്റം രൂക്ഷമായിരിക്കെ ജനങ്ങൾക്ക് വീണ്ടും ഇരുട്ടടി നൽകിയിരിക്കുകയാണ് KSEB. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു. യൂണിറ്റ് 16 പൈസ വർദ്ധിപ്പിച്ച വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിറക്കിയിരിക്കുകയാണ്. അടുത്ത സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ, അതായത് 2025-26 യൂണിറ്റിന് 12 പൈസയും വർദ്ധിപ്പിക്കും. ഫിക്സഡ് നിരക്കും കൂട്ടിയിട്ടുണ്ട്. നിരക്ക് വർധന ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നുവെന്നാണ് ഉത്തരവിലുള്ളത്. പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്കും 100 വോട്ട് കണക്റ്റഡ് ലോഡ് ഉള്ളവർക്കും BPL വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ നിരക്ക് വർധന ബാധകമല്ല. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സൗജന്യ വൈദ്യുതി അതുപോലെ തുടരുമെന്നും റെഗുലേറ്ററി കമ്മീഷൻ വ്യക്തമാക്കി. കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി നിരക്കിലും വർധനമുണ്ട്. യൂണിറ്റിന് 5 പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ചെറുകിട വ്യവസായികൾക്ക് പകൽ സമയം 10% നിരക്കിളവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാസം തോറും ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ സർക്കാരിന്റെ മുമ്പിൽ നാണമില്ലാതെ കൈനീട്ടുന്ന KSRTCയുടെ ആ ഗതികേട് KSEBക്ക് ഇതുവരെ ഉണ്ടാകാത്തത് അടിക്കടി നിരക്ക് കൂട്ടാനും സർചാർജ് ഏർപ്പെടുത്താനും റെഗുലേറ്ററി കമ്മീഷൻ അനുവദിക്കുന്നത് കൊണ്ട് മാത്രമാണ്. എന്നാൽ ഉപഭോക്താക്കളെ പിഴിഞ്ഞ് ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകാനാകുമെന്നാണ് ബോർഡ് മേധാവികൾ ഇപ്പോൾ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വരവും ചെലവും തമ്മിലുള്ള പൊരുത്തമില്ലായ്മ നിരക്ക് വർധനയും അധിക സർചാർജും കൊണ്ട് നികത്താനാവുന്നതല്ല. ഓരോ മാസവും ദൈനംദിന ചെലവുകൾ നേരിടാൻ 400 കോടി രൂപയിലധികം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പലിശയ്ക്ക് എടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. വരവ് 1750 കോടി രൂപയിൽ നിൽക്കുമ്പോൾ ചെലവാകട്ടെ 1950 കോടി രൂപയിലാണ് എത്തി നിൽക്കുന്നത്. ഒരിക്കലും കൂട്ടിമുട്ടാത്ത സമാന്തര രേഖകൾ പോലെ വരവും ചെലവും ഇത്തരത്തിൽ മാറ്റമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ആഭ്യന്തര ഉൽപാദനം കമ്മിയായതിനാൽ കൂടിയ വിലയ്ക്ക് പുറത്തുനിന്ന് വലിയ തോതിൽ വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. മുൻപിൻ നോക്കാതെ നേരത്തെ ഉണ്ടാക്കിയ വൈദ്യുതി വാങ്ങൽ കരാറുകൾ ഏകപക്ഷീയമായി റദ്ദാക്കിയതിന്റെ ഫലമായി നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഒരു വശത്ത്, മഴ ആവോളം ലഭിച്ചിട്ടും വൈദ്യുതി ലഭ്യത കുറഞ്ഞതിനെ തുടർന്ന് നിയന്ത്രണവും ഏർപ്പെടുത്തേണ്ടി വരുന്ന മഴക്കാല രാത്രികൾ. ബോർഡിന്റെ ആസൂത്രണ വൈകല്യങ്ങൾ ഇങ്ങനെ ധാരാളമാണ്. ബോർഡിന്റെ പ്രതിസന്ധി മറികടക്കാനുള്ള അടിയന്തരമായ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ സ്ഥാപനത്തിന്റെ ഭാവി ഇരുളിലാകുന്നതിനോടൊപ്പം സംസ്ഥാനം രൂക്ഷമായ പവർ കട്ടിലേക്ക് നീങ്ങുമെന്നാണ് CMD നൽകുന്ന മുന്നറിയിപ്പ്. അടുത്ത 5 വർഷം കൊണ്ട് 10,000 മെഗാവാട്ട് സ്ഥാപിത ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യം നേടാൻ വലിയ മൂലധന നിക്ഷേപം ആവശ്യം തന്നെയാണ്. ഇതിനുവേണ്ടി സിയാൽ മാതൃകയിൽ കമ്പനി ഉണ്ടാക്കി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും വലിയ ഉപഭോക്താക്കളിൽ നിന്നും ബോണ്ട് വഴി നിക്ഷേപം സ്വീകരിക്കാൻ കഴിയുന്നതാണ്. ബോർഡിലെ താപ്പാനകൾക്ക് ഇതൊന്നും രുചിക്കുന്ന കാര്യമല്ല എന്നറിയാം. നിക്ഷേപങ്ങൾക്ക് നിശ്ചിത വർഷം കഴിഞ്ഞ് ലാഭവിഹിതം ലഭിക്കുമെന്ന് സർക്കാർ ഗ്യാരണ്ടി ഉണ്ടായെങ്കിൽ നിക്ഷേപം എത്ര വേണമെങ്കിലും കിട്ടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സ്വകാര്യ കമ്പനികൾക്ക് പോലും 2-3 ദിവസം മാത്രം മതി അവർ ആവശ്യപ്പെടുന്ന വലിയ സംഖ്യയുടെ നിക്ഷേപം നേടിയെടുക്കാൻ. ആ നിലയ്ക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് പ്രയാസമൊന്നും നേരിടേണ്ടി വരില്ല എന്നത് ഉറപ്പാണ്. പുറത്തുനിന്ന് ഓരോ ദിവസവും വൈദ്യുതി വാങ്ങുവാൻ ഇപ്പോൾ 900 കോടി രൂപയാണ് വേണ്ടിവരുന്നത്. ബോർഡിന്റെ സാമ്പത്തിക നില അമ്പേ തകർക്കുന്നത് ഇതുതന്നെയാണ്. കൂട്ടത്തിൽ കുത്തഴിഞ്ഞ ഭരണവും പരമ്പരാഗത സമീപനങ്ങളിൽ ഒരു മാറ്റവും വരുത്തുകയില്ല എന്ന മുട്ടാപിടിയും. എന്തായാലും ബോർഡ് രണ്ടാമതൊരു KSRTC ആയി മാറുന്നത് അംഗീകരിക്കാൻ ജനങ്ങൾക്ക് കഴിയില്ല.